അക്കാലത്തിലൊരിക്കൽ നാരദ മഹർഷി ഭഗവാനെ കാണുവാനായി വൈകുണ്ഠത്തിൽ ചെന്നു. ഭഗവാനോട് ചോദിച്ചു, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ ഞാനല്ലേ? ഈരേഴു 14 ലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാരദമുനി എപ്പോഴും നാരായണ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നടന്നിരുന്നത്. ഭഗവാൻ നാരദ മഹർഷിയെ നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം അങ്ങകലെയുള്ള ഒരു ഗ്രാമത്തിലെ തൻ്റെ ഭക്തനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആ ഭക്തനെ ഒരു ദിവസം അങ്ങ് പിന്തുടരണം. അദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നത് എന്ന് നോക്കിക്കണ്ട് എന്നോട് വന്ന് പറയണം. നാരദ മുനി സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ നാരദ മുനി ഭക്തന്റെ കുടിലിലെത്തി. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കിക്കണ്ടു. എണീറ്റ ഉടനെ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകി. അതിനുശേഷം പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം തൻ്റെ വയലിലേക്ക് നടന്നു നീങ്ങി. പകലന്തിയോളം അദ്ദേഹം വയലിൽ പണിയെടുത്തു. രാത്രി വീട്ടിലെത്തി. ഭക്ഷണത്തിനു ശേഷം ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകി വീണ്ടും കിടന്നുറങ്ങി. അതിനുശേഷം ഭഗവാനെ കാണാനായി പുറപ്പെട്ട നാരദമുനിയുടെ മുന്നിൽ ശ്രീമൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ ഭഗവാന്റെ കയ്യിൽ ഒരു എണ്ണപാത്രമുണ്ടായിരുന്നു. എണ്ണപാത്രം ഭഗവാൻ നാരദമുനിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ത്രിലോക സഞ്ചാരിയാണല്ലോ. ഈരേഴു 14 ലോകത്തും അങ്ങയ്ക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. അങ്ങ് ഈ ലോകങ്ങളിലെല്ലാം സഞ്ചരിച്ചു വരിക. പക്ഷേ അങ്ങ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും എവിടെയും പാഴായി പോകരുത്. ഒരു തുള്ളി പോലും താഴെ വീഴരുത്. നാരദമുനി അത് സമ്മതിച്ചു. തൻ്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് അദ്ദേഹം ഈരേഴു 14 ലോകവും ചുറ്റി സഞ്ചരിച്ചു. അതിനുശേഷം ഭഗവാന്റെ മുന്നിൽ എത്തിച്ചേർന്നു. വിജയശ്രീലാളിതനായി വരുന്ന നാരദമുനിയോട് ഭഗവാൻ ചോദിച്ചു, അങ്ങ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. ഒരു തുള്ളി എണ്ണ പോലും അങ്ങ് എവിടെയും പാഴാക്കിയിട്ടുമില്ല. എങ്കിലും മുനെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ യാത്രയിൽ ഉടനീളം അങ്ങ് എത്ര തവണ നാരായണ നാമം ജപിച്ചു? സദാ നാരായണ നാമം ജപിക്കുന്ന ആളാണല്ലോ അങ്ങ്. അപ്പോൾ മാത്രമാണ് നാരദമുനിക്ക് ഭഗവാന്റെ ആ ലീലയുടെ അർത്ഥം മനസ്സിലായത്. അതായത്, പ്രാരബ്ധം അശേഷമില്ലാത്ത തനിക്ക് ഈരേഴു 14 ലോകവും സദാ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ടേ നടക്കാം. എന്നാൽ എല്ലാവരുടെയും അവസ്ഥ അതുപോലെയല്ല. ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മാത്രമാണ് ഭഗവാനെ ധ്യാനിക്കുവാനോ ജപിക്കുവാനോ സാധിക്കുക. അതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ ആരും ഉയർന്നവരുമല്ല താഴ്ന്നവരുമല്ല. ആ കൃഷിക്കാരനായ ഭഗവാന്റെ ഭക്തൻ തൻ്റെ നീറുന്ന ജീവിത സാഹചര്യങ്ങളിലും മുടങ്ങാതെ രാവിലെയും രാത്രിയും ഭഗവാനെ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്പം ജീവിത സാഹചര്യം മാറിയപ്പോൾ, ഉത്തരവാദിത്വം വന്നപ്പോൾ താൻ തന്നെ ഭഗവാനെ മറന്നു. കൂട്ടുകാരെ, ഈശ്വരനു മുന്നിൽ ഉയർന്നവനോ താഴ്ന്നവനോ ഇല്ല. എല്ലാവരും സമന്മാർ മാത്രം. നിങ്ങൾക്ക് കിട്ടാവുന്ന സമയം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭഗവാനെ ആരാധിക്കുവാനായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹം തീർച്ചയായും നൽകും. കഥ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ.